ഞാൻ എൻ്റെ ഫോട്ടോ വെച്ചുണ്ടാക്കിയ AI വീഡിയോ ആദ്യം കാണിച്ചു തരാം. ഇനി എല്ലാവർക്കും AI വീഡിയോസ് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാം. ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പേരൻസിൻ്റെ ഫോട്ടോ വെച്ചുണ്ടാക്കിയ AI വീഡിയോ കണ്ടു നോക്കാം. ഫേസ്ബുക്കിൽ ഞങ്ങളുടെ വരുമാനം അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എങ്ങനെ വരുമാനം കിട്ടുമെന്നറിയാൻ എന്നെ ഫോളോ ചെയ്യുക. ഇന്ന് ഞങ്ങൾ വടകര ചന്തയിൽ പോയി. ചന്തയിൽ നല്ല ഡിസ്കൗണ്ടിൽ ആനക്കുട്ടികളെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്നിനെ ഞങ്ങൾ വാങ്ങി. ഇവന് നല്ലൊരു പേര് പറഞ്ഞു തരാമോ? ഇതുപോലെ AI വീഡിയോ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ChatGPT ആപ്പാണ്. അപ്പോൾ ChatGPT തുറന്ന് നമ്മൾ അതിൽ എന്താണ് ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ആദ്യം ക്രിയേറ്റ് ആൻ ഇമേജ് എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് 4:5 റേഷ്യോ എന്ന് ടൈപ്പ് ചെയ്ത് വേണം നമ്മുടെ ഒരു ക്രിയേറ്റ് ഇമേജ് ചെയ്യാൻ. ഇതിൽ ഞാൻ എൻ്റെ പേരൻസിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട് ഗാലറിയിൽ പോയിട്ട്. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് 4:5 റേഷ്യോ എന്നാണ്. പിന്നെ അവരുടെ ഡ്രസ് കോഡ് എങ്ങനെയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എല്ലാം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാം. ഇംഗ്ലീഷ് പ്രാവീണ്യം വേണമെന്നോ അല്ലെങ്കിൽ ടെക് ബുദ്ധി വേണമെന്നോ ഒന്നുമില്ല. നമുക്ക് ഞാനിതിൽ ഇവരുടെ ഡ്രസ് കോഡൊന്ന് മാറ്റുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വേണം, നിങ്ങളെ കൂടെ ആര് വേണം എന്നൊക്കെ ChatGPT ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതുപോലൊരു ഇമേജ് 4:5 റേഷ്യോയിൽ ക്രിയേറ്റ് ചെയ്ത് തരും. ഞാൻ എൻ്റെ അമ്മയുടെ സാരിയുടെ കളറൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ഓറഞ്ച് കളർ കസവ് സാരിയൊക്കെ. പിന്നെ അച്ഛൻ്റെയും ഷർട്ട് ഡാർക്ക് ഗ്രീൻ കളറൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം ആഡ് ചെയ്യുന്നത്, ഇവരുടെ സെൻറ്ററിലായിട്ട് ഒരു സിംഹം വേണമെന്ന് കൂടിയിട്ട് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ChatGPT അതുപോലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇമേജ് ക്രിയേറ്റ് ആയി തരും. ആ ഇമേജ് നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്ത് വെക്കണം. ആരും മറന്നു പോകരുത്. 4:5 റേഷ്യോ ഒന്ന് കൊടുക്കുക. ആരും മറന്നു പോകാതെ ചെയ്യണേ. ഇവരുടെ സെൻറ്ററിലായിട്ടൊരു സിംഹം വേണമെന്നും സിംഹത്തിനൊപ്പം ഇവർ കാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു ചിത്രമാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരേണ്ടതെന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തത്. ഇനി ഈ ഒരു ഇമേജ് ഇപ്പോൾ ക്രിയേറ്റ് ആയി വരും. ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യണം. ഏറ്റവും മുകളിൽ സേവ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഏറോ മാർക്ക്. അവിടെ ക്ലിക്ക് ചെയ്താലും ഇത് ഗാലറിയിലോട്ട് സേവ് ആകും. ഈ ഒരു ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് AI വീഡിയോ ഉണ്ടാക്കാനുള്ള യൂട്യൂബ് ക്രിയേറ്റ് എന്നുള്ള ആപ്പ് ഓൺ ചെയ്യുക. ഇതിന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിൻ്റെ ലിങ്ക്. ആ ആപ്പ് ഓൺ ചെയ്തിട്ട് ഇവിടെ ജനറേറ്റ് വീഡിയോ എന്നെടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്ലസ് മാർക്കില്ലേ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് നമുക്ക് AI വീഡിയോ ഉണ്ടാക്കാനുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട്, ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്യുക. ഇവർ 3 പേരും കാട്ടിലൂടെ നടന്നു പോകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ പറയേണ്ട കാര്യം, ഇപ്പോൾ സിംഹമാണോ സംസാരിക്കേണ്ടത്, മനുഷ്യരാണോ, ആരാണോ ഇത് സംസാരിക്കേണ്ടത്, അത് പ്രത്യേകം ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ വേണം സംസാരിക്കേണ്ട കാര്യം നമ്മൾ ടൈപ്പ് ചെയ്യാൻ. അതൊരിക്കലും മറന്നു പോകരുത്. ഇപ്പോൾ സിംഹം സംസാരിക്കുകയാണെങ്കിൽ ഡബിൾ കൊട്ടേഷൻ മാർക്ക്, അല്ലെങ്കിൽ ഇതിലെ പുരുഷനോ സ്ത്രീയോ ആരാ സംസാരിക്കുന്നതെന്ന് ആദ്യം എഴുതിയിട്ട് പിന്നീട് അത് ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണം. എൻഡിങ്ങിലും ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുത്താൽ മാത്രമേ അവർ സംസാരിക്കുന്നത് AI വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത് വരികയുള്ളൂ. ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ എഴുതുന്നത്, ഇവർ 3 പേരും കാട്ടിലൂടെ നടന്നു പോകുന്നു. ആദ്യം ഇതിലെ പുരുഷൻ സംസാരിക്കുന്നു, രണ്ടാമത് സ്ത്രീ സംസാരിക്കുക. അപ്പം പുരുഷൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുത്തിട്ടാണ് എഴുതുന്നത്. നോക്കിക്കോ, ഡബിൾ കൊട്ടേഷൻ മാർക്ക് ആദ്യം ഇട്ടു. എന്നിട്ട് ഞങ്ങൾ കാട് കാണാൻ ഈ ഒരു കാര്യം മറന്നു പോകല്ലേ. ഡബിൾ കൊട്ടേഷൻ മാർക്ക് സ്റ്റാർട്ടിങ്ങിലും കൊടുക്കണം, പിന്നെ എൻഡിങ്ങിലും കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു AI വീഡിയോസിൽ
നമ്മൾ സംസാരിക്കുന്നത് അവർ ക്രിയേറ്റ് ചെയ്ത് തരുള്ളൂ. ഞങ്ങൾ കാട് കാണാൻ വന്നതായിരുന്നു, വഴി തെറ്റിപ്പോയി എന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ആ തെറ്റിപ്പോയി എന്നുള്ള അവിടെ ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വുമൺ പറയുന്നത് എന്നും പറഞ്ഞിട്ട് ഞാൻ അതേപോലെ തന്നെ ഡബിൾ കൊട്ടേഷൻ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറയുന്ന കാര്യം ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. നോക്കിക്കോളൂ. ഈ രാജേട്ടൻ ഞങ്ങൾക്ക് നാട്ടിലേക്കുള്ള വഴി കാണിച്ചു, നാട്ടിലേക്കുള്ള റൂട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു കാര്യം ഓർമ്മിക്കുക, 8 സെക്കൻഡ് വീതമുള്ള വീഡിയോസ് മാത്രമേ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്ത് തരുള്ളൂ. പിന്നീട് നമ്മൾ ഇതുപോലത്തെ ക്ലിപ്പുകൾ തയ്യാറാക്കിയിട്ട് ഏതെങ്കിലും ആപ്പോ അല്ലെങ്കിൽ ഈ ഒരു ആപ്പിൽ തന്നെ നമുക്കത് എഡിറ്റ് ചെയ്ത് ലോങ് വീഡിയോസ് ആക്കി മാറ്റാൻ പറ്റും. അല്ലാതെ 10-30 സെക്കൻഡ് 30 മിനിറ്റുള്ള വീഡിയോസൊന്നും ഇതിലിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് തരില്ല. 8 സെക്കൻഡ് മാത്രമുള്ള ക്ലിപ്പുകൾ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള 8 സെക്കൻഡ് അനുസരിച്ചുള്ള ഡയലോഗ് വേണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അല്ലാതെ ഒരു 30 മിനിറ്റ് നേരത്തേക്കുള്ള ഡയലോഗൊന്നും കൊടുത്താൽ നമുക്കത് അത്രയും ക്രിയേറ്റ് ചെയ്ത് തരില്ല. അതും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ YT ക്രിയേറ്റ് ആപ്പിൽ തന്നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആപ്പിലോ വെച്ചിട്ട് നമുക്ക് ഈ ക്ലിപ്പുകളെല്ലാം യൂസ് ചെയ്ത് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട്, അല്ല നമുക്ക് വേണമെങ്കിൽ അതിൽ വോയിസ് ഓവർ കൊടുത്തിട്ടൊക്കെ മറ്റൊരു ലോങ് വീഡിയോ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതിലാണിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുക, നമ്മുടെ സൗണ്ട് തന്നെ ഇതിലേക്ക് ഡബ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുക എന്ന് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. വീഡിയോ ജനറേറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ 100% ആയാലും വീഡിയോ ജനറേറ്റായി വരും. ഞങ്ങൾ കാട് കാണാൻ വന്നതായിരുന്നു, പക്ഷെ വഴി തെറ്റിപ്പോയി. ഈ രാജേട്ടൻ ഞങ്ങൾക്ക് നാട്ടിലേക്കുള്ള റൂട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം ഞങ്ങളെ രാജേട്ടന്റെ വീട് കാണിച്ചു തരാൻ കൊണ്ടുപോയി. ഞങ്ങൾ കാട് കാണാൻ വന്നതായിരുന്നു, പക്ഷെ വഴി തെറ്റിപ്പോയി. ഈ രാജേട്ടൻ ഞങ്ങൾക്ക് നാട്ടിലേക്കുള്ള റൂട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം ഞങ്ങളെ രാജേട്ടന്റെ വീട് കാണിച്ചു തരാൻ കൊണ്ടുപോയി. എന്നിട്ട് അത് നമുക്ക് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യണം. ഈ മുകളിൽ ഏറോ മാർക്കില്ലേ, മുകളിലോട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഓപ്ഷൻ ഉണ്ട് 30 FPS എന്നെടുത്തിട്ട് ക്ലിക്ക് ചെയ്താൽ അവിടെ 60 FPS എന്ന് ആക്കുക. ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊരു നല്ല ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ ഗാലറിയിൽ സേവ് ചെയ്യുമ്പോൾ. എന്നിട്ട് എക്സ്പോർട്ട് എന്നുള്ള കൊടുക്കുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഗാലറിയിലേക്ക് സേവ് ആകും. ഇനി ഇവിടുന്ന് വേണം നമുക്കിത് യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യാം, വാട്സപ്പിലേക്കോ ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ടാകും. ഞാനിത് ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് എൻ്റെ അച്ഛനെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ അച്ഛനെ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചൊരു AI വീഡിയോ ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെയും വാസ്തു സംബന്ധിച്ചൊക്കെയുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.